ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചിഞ്ചു സബല്ല ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വന്നു അല്ലേ? നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാട്ടെ നമ്മളൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് തന്നെയാണ് നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കാരി കുർത്തിയാണ് കേട്ടോ. ഒറിജിനലാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഒറിജിനൽ ലക്നൗ ചിക്കൻ കാരി കുർത്തിയാണ് കേട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കാരി കുർത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററി നിങ്ങൾക്കറിയോ? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ? എന്നാൽ നമുക്ക് ചെറിയൊരു ഹിസ്റ്ററി പഠിച്ചാലോ? ശരിക്കും ഈ ചിക്കൻ കാരി കുർത്തി എന്ന് പറയുന്നത് പേർഷ്യയിൽ നിന്നാട്ടോ വന്നത്. പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫോമാണ് ചിക്കൻ കാരി എന്ന് പറയുന്നത്. ഈ ചിക്കൻ കാരി എന്ന് പറയുന്നത് ചിക്കൻ എംബ്രോയിഡറിനെയാണ് നമ്മൾ ചിക്കൻ കാരി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ. ലക്നൗവിൻ്റെ ട്രഡീഷണൽ എംബ്രോയിഡറി ഫോമായിട്ടാണ് നമ്മൾ ചിക്കൻ കാരീനെ കൺസിഡർ ചെയ്യണത്. നമ്മൾ പറഞ്ഞല്ലോ ഇത് പേർഷ്യൻ ഫോമാണെന്ന്. പക്ഷേ ഇന്ത്യയിൽ ചിക്കൻ കാരി എന്ന് പറയുന്ന ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. എങ്കിൽ ആ ഒത്തിരി ഐതിഹ്യങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മുഗൾ രാജവംശ തലവനായിട്ടുള്ള ജഹാംഗീറിൻ്റെ വൈഫ് നൂർജഹാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ കാരി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് കരുതപ്പെട്ടു പോന്നിട്ടുള്ളത്. ചിക്കൻ കാരി തുടക്കത്തിൽ വൈറ്റ് ഓൺ വൈറ്റ് എംബ്രോയിഡറി ഫോമായിട്ടാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ചിക്കൻ കാരി എന്ന് പറയുന്ന വർക്ക് പ്രധാനമായിട്ട് കട്ടി കുറഞ്ഞതും അതേപോലെ തന്നെ സുതാര്യമായിട്ടുള്ള ഫാബ്രിക്കിലാണ് ആദ്യമായി ചെയ്തു പോകുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ മസ്ലിൻ ഫാബ്രിക് അതേപോലെ തന്നെ ഷീർ ഫാബ്രിക്കിലൊക്കെയാണ് നമ്മുടെ ചിക്കൻ കാരി കുർത്തി തുടക്കത്തിൽ ഈ ഒരു ഫോം തുടങ്ങിയ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു വന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാബ്രിക്കിലും ഈ ഒരു ചിക്കൻ കാരി വർക്ക് എന്ന് പറയുന്നത് ചെയ്യാറുണ്ട്. ജോർജറ്റിൽ അതേപോലെ തന്നെ റയോണിൽ കോട്ടണിൽ അതേപോലെ തന്നെ മസ്ലിനിലാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുറേ സിൽക്ക് മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഒത്തിരി ഫോമിൽ അല്ലെങ്കിൽ ഒത്തിരി ഫാബ്രിക്കിലേക്ക് ഇത് വന്നു. ഏത് ഫാബ്രിക്കിലേക്ക് വന്നാലും തിക്നെസ് കുറഞ്ഞതും ഹാർഡ് കുറഞ്ഞതുമായിട്ടുള്ള ഫാബ്രിക്കിലാണ് മെയിനായിട്ട് നമ്മുടെ ചിക്കൻ കാരി എന്ന് പറയുന്ന വർക്ക് ചെയ്തു പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ കാരി എന്ന് പറയുന്ന കുർത്തി ഉണ്ടല്ലോ, അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കുർത്തിയല്ല കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കണതെന്ന് പറയുന്നത് മെയിനായിട്ട് 3 സ്റ്റെപ്പിലൂടെയാണ് ഈ ചിക്കൻ കാരി കുർത്തി എന്ന് പറയുന്നത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത് ഒരു മൗൾഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മൗൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു അച്ച് ആദ്യം തന്നെ ഇത് ചെയ്യുന്നവർ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ലക്നൗവിലെ ആർട്ടീഷ്യൻസാണ് ഇപ്പോൾ ഇത് മെയിനായിട്ടും ചെയ്തു വരുന്നത്. അപ്പോൾ ആദ്യം അവർ ഡിസൈൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് കൊത്തുപണിയിലൂടെ ആ ഒരു ഡിസൈനിനെ ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അതിന് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ അജ്രക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ അജ്രക്ക് ഉണ്ടാക്കുന്നത് ബ്ലോക്ക് പ്രിൻ്റ് വെച്ചിട്ടാണ് നമുക്കറിയാം അല്ലേ. അതേപോലെ ഏത് മെറ്റീരിയലാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഇത് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യും. ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ആണ് എംബ്രോയിഡറി ചെയ്യുന്നത്. ആ പ്രിൻ്റ് ചെയ്തതിലൂടെ മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് ഇതിൻ്റെ വാഷിങ്ങും അതേപോലെ തന്നെ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്തു വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ 3 വർക്ക് എന്ന് പറയുന്നത് വളരെ കെയർ ചെയ്തിട്ടും വളരെ സമയമെടുത്തിട്ടുള്ള ഓരോ പ്രോസസ്സുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, വൈറ്റിൽ അച്ച് വെച്ചിട്ട് ചെയ്ത് എംബ്രോയിഡറി ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ എത്രമാത്രം അതിന് കെയർ കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ അത്രയും നേരത്തെ അവരുടെ വർക്ക് എന്ന് പറയുന്നത് അവിടെ ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ അത്രയും കെയർ ചെയ്ത് സമയമെടുത്ത് ചെയ്യുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഒറിജിനൽ ചിക്കൻ കാരി കുർത്തി എന്ന് പറയണത്. ചില കുർത്തികൾ ഫിനിഷ് ചെയ്യാനായിട്ട് 10 മുതൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ വരെ എടുക്കുന്നുണ്ടെന്നാണ് ഈ ലക്നൗവിൽ ഇത് ചെയ്യുന്നവർ പറയണം കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഇത് ഇത്രയും കെയർ ചെയ്യേണ്ട ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ ഡ്രൈ വാഷിന് നമുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള വാഷാണ് കൂടുതലായിട്ടും ചിക്കൻ കാരി കുർത്തിക്ക് നമ്മൾ പ്രിഫർ ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കാരി കുർത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇത് നമ്മുടെ ഒരു പ്രീമിയം കളക്ഷനിൽ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ചിക്കൻ കാരി കുർത്തിക്ക് റേറ്റ് കൂടുതൽ? ഇപ്പം നിങ്ങൾ ചിക്കൻ കാരി കുർത്തി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പോയി നോക്കിയാലും ചിക്കൻ കാരി കുർത്തി ഒറിജിനൽ ചിക്കൻ കാരി കുർത്തിക്ക് റേറ്റ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ആ റേറ്റ് കൂടുതലെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും പ്രോസസ്സിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു ഫാബ്രിക് ഈ ഒരു എംബ്രോയിഡറി നിങ്ങളുടെ കയ്യിലേക്ക് ഹാൻഡ് എംബ്രോയിഡറി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്
ഈ കുർത്തിക്ക് ഇത്രയും റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കുർത്തി എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് വൈൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാവൽപ്പഴമില്ലേ, ആ ഞാവൽപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു അത്രയും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനകത്ത് വൈറ്റ് എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഇട്ടേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാട്ടോ ഇട്ടേക്കണത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടേക്കണത്. കാരണം എനിക്ക് അത്യാവശ്യം കുറച്ച് വയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഇതിനകത്ത് ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ യോക്ക് പോർഷനിൽ ഇവിടം വരെ അത്രയും ഹെവി ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത്. ഈ താഴെയാണെങ്കിലും ഇതേപോലെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുർത്തിയുടെ ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ളതും കണ്ടോ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതേപോലെ ബാക്കിൽ അതിൻ്റെ നെക്ക് പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിലും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വർക്ക് വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒരു ടൈറ്റ് ബോട്ടത്തിൻ്റെ ഒപ്പം അല്ലാതെ ലൂസ് ബോട്ടത്തിൻ്റെ ഒപ്പം വെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ റിച്ചായിട്ട് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലാസോൻ്റെ ഒപ്പം ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കണ പാരലൽ പാൻറ്റില്ലേ, അതേപോലെ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതിൻ്റെ ഒപ്പം വിയർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായി ഷേപ്പ് ചെയ്തിട്ട് ലെഗിൻസിൻ്റെ ഒപ്പം ഇടുവാണെങ്കിൽ നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മെയിനായിട്ട് നമ്മൾ ചിക്കൻ കാരി കുർത്തി എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിന് നമ്മുടെ ബോഡിക്ക് അത്ര സ്യൂട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വെച്ചിട്ടായിരിക്കും മെയിനായിട്ടും ഈ ചിക്കൻ കാരി വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ത്രെഡ് വെച്ചിട്ടായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ഒരു വൂൾ ത്രെഡ് പോലത്തെ ത്രെഡ് വെച്ചിട്ടാണ് മെയിനായിട്ടും ഈ ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, 3XL ഇങ്ങനെ 4 സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 45, 46 റേഞ്ചിലാട്ടോ വന്നിട്ടുള്ളത്. 45നേക്കാൾ ഒരു ഇച്ചിരിയോട് കൂടുതലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ റേറ്റ് വരുന്നതെന്ന് പറയുന്നത് 1199 ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ കസ്റ്റമറിന് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓഫർ റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു റേറ്റ് 1199 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. 6282413837 നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ കുറേ പേർക്ക് നമ്മുടെ വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യണേന്ന് അറിയില്ല, എപ്പോഴാണ് ഇതാവണേന്ന് അറിയില്ല. അപ്പോൾ ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലിങ്ക് ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ പുതിയ കുർത്തിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും കേട്ടോ.